ഗൈസ് വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ് നമ്മൾ പുതിയ സ്പോട്ടിൽ തപ്പി ഇറങ്ങിയിട്ടില്ലേ? ഇതിപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണ്. ഇത് എവിടെ സ്ഥലം എന്നൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-24 കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. അവിടെ 2 ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ പുതിയ സ്പോട്ടിലാണ് ഗൈസ്. ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. മീനല്ല, നമ്മളിന്ന് ലൂറ്, ജിഗ്, ഷാഡ് ഇതൊക്കെയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള വലിയ ചെമ്മീൻ കെട്ട് കേട്ടോ. വലിയ ചെമ്മീൻ കെട്ടുന്നത് ഞാൻ പറയുന്നതാണ്. ഇതിനേക്കാൾ വലിയ ചെമ്മീൻ കെട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടോ, നെറ്റൊക്കെ ഇട്ടിട്ട് എത്ര ദൂരം കണ്ടോ. ഇതിലൊക്കെ ചെമ്മീൻ തന്നെ ആയിരിക്കുമല്ലേ. ഞാൻ എൻ്റെ ഊഹം പറഞ്ഞതാണ് കേട്ടോ. ഇതിലൊക്കെ ചെമ്മീനായിരിക്കണം ഉണ്ടാവുന്നത്. നെറ്റൊക്കെ ഇട്ടിട്ട് കാക്കൊന്നും ഉള്ളിൽ പോകേണ്ടതാണ് അവർ പറയണത്. പക്ഷെ ഇല്ല, ഞാൻ ഗൈസ് അതിൽ കൂടെ ഒരു കാക്ക വരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മൾ പുതിയൊരു ഫിഷിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ നിൽക്കാനുള്ളൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ ആരും യൂസ് ചെയ്യാണ്ട് ഇട്ട സ്ഥലമാണെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ അറ്റത്ത് പോയിട്ട്, ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പക്ഷെ നമ്മൾ ചോദിച്ചു കേട്ടോ, ഇവിടെ ചൂണ്ടിയിടാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ അറ്റത്ത് പോയിട്ട് നമ്മൾ ലൂർ കാസ്റ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുമ്പോഴില്ലേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ടിൻ്റെ വല്ല കമ്പി ഇങ്ങനെ ചുറ്റും പോണ്ടോ എന്ന് നോക്കണം. പോണില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മൾക്ക് കുറച്ചുകൂടി ധൈര്യത്തിൽ നിൽക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാരില്ലാത്തതുകൊണ്ട് കറണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ ആയാൽ ഷോക്ക് അടിക്കും ഗൈസ്. ഷോക്ക് ഇത് കണ്ടോ, വളഞ്ഞു നിൽക്കണ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഇവിടെ തന്നെ നോക്കാം കേട്ടോ. കുറച്ച് നേരം കുഞ്ഞു മീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഗൈസ് സമയമായിരിക്കുന്നു. നമ്മുടെ പുതിയ ലൂറ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറെ ഉദ്ഘാടനം കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം ഇവിടെ കുടുങ്ങാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫുള്ള് ലൂർ കാസ്റ്റിങ്, മറ്റേ ജിഗ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഷാഡ്, അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് കുറേ നേരം ട്രൈ ചെയ്യും കേട്ടോ. കാരണം നമുക്കിവിടെ പഠിക്കാൻ പറ്റിയ സ്പോട്ടാണ്. സോ നമ്മൾ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ മീൻ കിട്ടുന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും നോക്കാം. മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ ലേണിങ്ങിൻ്റെ ഭാഗമാണ്. സോ ഗൈസ്, മീൻ കിട്ടിയില്ല എന്ന് പുച്ഛിക്കരുത്. ഓക്കെ, നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീൻ എങ്ങനെ പിടിക്കണത്, മീൻ എങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. ഇവനിൽ അടിക്കാത്ത മീനില്ല. കാരണം കണ്ടോ, 3 ത്രിബിൾ ഹുക്കാണ് ഗൈസ്. നല്ല കളറ് കുറച്ച് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ എന്തായാലും അയ്യോ ഇപ്പോൾ പോയി കുടുങ്ങിയനെ. ഗൈസ് നമുക്ക് ഉദ്ഘാടനം കഴിയിക്കാം. അയ്യോ ഇത് ലൂസായിട്ടുണ്ട്, ഇത് ടൈറ്റ് ആക്കട്ടെ. ചെമ്പലിൻ്റെ ആക്ടിവിറ്റിയൊക്കെ അറിയാൻ വേണ്ടി പറ്റൂ. എനിക്കറിയില്ല കേട്ടോ. ചെമ്പലിക്ക് ഇങ്ങനെ നമ്മൾ വരാലടിക്കുന്ന പോലെയൊക്കെ അടിക്കുമെന്ന്. നമുക്ക് എന്തായാലും നോക്കാമേ. അത്ര ദൂരെ പോകണുള്ളൂ. ഇത് ഇനി കുറച്ച് നേരം താഴണം. ഓക്കെ, വേണ്ട താഴേണ്ട തോന്നണല്ലേ. കുറച്ച് പതുക്കുന്ന വലിച്ച് നോക്കാം. ഞാൻ ഇത്ര പതുക്കിയാണ് കേട്ടോ വലിക്കണത്. ഫസ്റ്റ് തന്നെ മീൻ കിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ നമ്മൾക്ക് സ്ട്രൈക്ക് കിട്ടിയാൽ നമ്മൾ സന്തോഷമായിരിക്കും. സ്ട്രൈക്ക് കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് മേലെ കൂടിയാണല്ലോ വരുന്നത്, താഴെ കൂടിയല്ലേ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാലേ. കണ്ട ഗൈസ്, നമ്മുടെ ലൂറ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ആടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് പതുക്കെ വലിക്കാം. ഇതെന്താ ഗൈസ് താഴെ പോവാത്ത ലൂറ്? ഇതിങ്ങനെ തന്നെ പോവുള്ളൂ, താഴെ പോവില്ല. അതെന്താ ഇവനിക്ക് താഴെ പോയാ? നമ്മളിത് കുറച്ച് നേരം നോക്കുന്നതായിരിക്കും. ഇത് നടപടിയായില്ലെങ്കിൽ നമ്മൾ ഷാഡ് ട്രൈ ചെയ്യും ഗൈസ്. ഷാഡ്, കാരണം അതിലെനിക്ക് കുറച്ചുകൂടി മറ്റേ കോലൻ്റെ കുഞ്ഞു കുട്ടിയിട്ടോ. ഗൈസ് സത്യം പറയാലോ, നമ്മൾക്ക് ആലപ്പുഴൻ്റെ വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. ഗൈസ് കണ്ടോ, നമ്മുടെ നാട്ടിലുമുണ്ട് ചെറിയൊരു ആലപ്പുഴ എന്ന സെറ്റപ്പ്. കണ്ടോ, അതേ അവിടെ ഹൗസിംഗ് ബോട്ടൊക്കെ ഉണ്ട്, അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വൈബ് സ്ഥലം ഗൈസ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഗൈസ് നമ്മുടെ ലൂറിൻ്റെ ബാക്കിൽ ഒരുത്തനും പോലും വരുന്നില്ല കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ അറിയോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ഇനി നമുക്ക് സ്ട്രൈക്ക് കിട്ടാനാണ് കുറച്ച് പണി നോക്കുന്നത്. നമ്മൾ ലൂറ് മാറ്റിയിട്ട് നമ്മുടെ അടിപൊളി ഷാഡില്ലേ, ഇത് കണ്ടോ വളയണ കണ്ട, അല്ല ഇളകണ കണ്ടോ, ഈ അടിപൊളി ഷാഡാണ് നമ്മളിനി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ്. നമ്മൾ കുറച്ച് നേരമായി ലൂറ് ട്രൈ ചെയ്തിട്ട് ഒരു നടപടി ആവണില്ല. ഷാഡിൽ എനിക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ട്, കാരണം ഇതിൻ്റെ കളറ്. സോ ഷാഡിൽ എന്ത് മീൻ കിട്ടും അത് മറന്നുപോയി ഞാൻ. ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടട്ടെ, മീൻ കിട്ടിയാൽ മതി. ഷാഡ് ഉദ്ഘാടനം കഴിക്കും. അതിനേക്കാൾ കുറച്ച് ദൂരം കൊണ്ട് കേട്ടോ. ഷാഡ് പറഞ്ഞാൽ എന്താ അറിയോ, കുറച്ച് താഴണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി നമുക്ക് വലിക്കാട്ടാ. ഇപ്പൊ തന്നെ മീൻ കിട്ടിയ എന്തോ ഒരു ടൈറ്റ്, എന്തൊക്കെയൊക്കെയോ തടയുന്നു ഗൈസ്.
മീനടിച്ചാ പഠിച്ചോനെ. അത് നോക്ക്, ഹൗസ് ബോട്ട് പോണ നോക്ക്, കണ്ട. ഓ മൈ ഗോഷ്, നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കണ്ടോ, അടിപൊളി ഹൗസ് ബോട്ട് കേട്ടോ. ഓ ഈസിക്കുള്ള ഹൗസ് ബോട്ട് തന്നെ. എന്തോ തടച്ചു കിട്ടി, രണ്ട് മുറി കിട്ടിയിട്ടാ ഗൈസ്. 2 മുറി തട്ടൽ കിട്ടി. അയ്യോ, ശരിക്കും തട്ടൽ കിട്ടി. എന്തുള്ളേ തട്ടിയത്? ഇതെന്താ മീനിൻ്റെ മുള്ളാണോ? അല്ല, ഇത് എന്തൊട്ട് സാധനം? ഇത് എന്തോ ഇതിലാണ് തട്ടിയത് കേട്ടോ. പക്ഷേ മീനിൻ്റെ തട്ടൽ പോലെ 2 മുറി ഫീൽ ചെയ്തു കേട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് മീൻ കിട്ടും. ആ തട്ട് കിട്ടി 2 തട്ട് കിട്ടി. അതാ ഈ മറ്റേ പുല്ലിൽ പോയി കുടുങ്ങണോ എന്താണെന്നറിയില്ല കേട്ടോ. 2 മുറി ഇതിങ്ങനെ തട്ട് കിട്ടിട്ടോ ഗൈസ്. മീനിനെ അടിച്ചതാണോ? ചേടാ, ഇതാണ് മീൻ പിടിക്കാൻ അറിയാത്തവർ മീൻ പിടിക്കാൻ പോയാലുള്ള അവസ്ഥ. 2 തട്ട് കിട്ടി ഗൈസ്, തട്ട് കിട്ടി, സത്യമായിട്ട് തട്ട് കിട്ടിട്ടോ. അതാ കണ്ട ടിപ്പനങ്ങനെ നോക്കിക്കോ, കണ്ട. ഇനി ഇവിടെ എന്തെങ്കിലും താഴത്ത് കിടക്കുകയാണോ എന്തോ. തട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയും വലിയ ഷാഡ് തിന്നാനുള്ള മീനില്ലാണ്ടാണോ എന്തോ, പടച്ചോനറിയാം ഗൈസ്. ഒരു പ്രാവശ്യമില്ല ഇങ്ങനെ തട്ട് പോലെ കിട്ടി. സ്ട്രൈക്കല്ല, ഇങ്ങനെ തട്ട്. ഇതിൻ്റെ താഴത്ത് എന്തെങ്കിലും പുല്ലുണ്ടോ ചണ്ടിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഒരു മീൻ കിട്ടണേ പടച്ചോനെ. ഇതിൽ കാളഞ്ചി കിട്ടുമോ ഈ ഷാഡിൽ? ഈ സ്ഥലത്ത് കാളഞ്ചി ഉണ്ടാവണം. കാരണം എന്താ അറിയോ, ഈ കായൽ വന്ന് പോണത് എങ്ങോട്ട് അറിയോ, നമ്മുടെ കടലിലേക്കാണ്. സോ ഇത് സോൾട്ട് വാട്ടറാണ്. സോ ഇതിലെന്തായാലും കാളഞ്ചിക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ കാളാഞ്ചി അല്ലെങ്കിൽ ചെമ്പല്ലി ഇതൊക്കെയാണ് എനിക്ക് പിടിക്കാൻ നല്ല ആഗ്രഹം. എന്തൊക്കെയൊക്കെയോ അനക്കൊക്കെ ഉണ്ട്. ഇത് എത്ര സ്പീഡിലാണ് വലിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഏകദേശം ഇപ്പോൾ ജിഗൊക്കെ നല്ല പോലെ ട്രൈ ചെയ്യാൻ തട്ട് കിട്ടി. വീണ്ടും തട്ടുണ്ട് ഗൈസ്. ഈ റോഡിൻ്റെ ടിപ്പ് നോക്കിക്കോ. അതാ മോനെ സീന്. നമ്മുടെ ഈ ഷാഡ് വരുന്നതിൽ ഇതിങ്ങനെ അളകിയിട്ടാ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഷാഡ്. നമ്മൾക്ക് കടലിൽ എറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ മീൻ കിട്ടും. പക്ഷെ കടലിൽ എന്താ പറയുക, നല്ല രീതിക്ക് കുടുങ്ങാണ്. അതുകൊണ്ട് എനിക്ക് കടലിൽ എറിയാൻ ഭയങ്കര പ്രയാസം. നമ്മുടെ ലൂറ് പോയിട്ടില്ലേ, ഈ തെങ്ങിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്ര തന്നെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. എല്ലാം അതും ശ്രമിച്ചു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾക്കൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കല്ലെടുക്കുക, എന്നിട്ട് ഇതിൽ നമ്മൾക്ക് വർക്കിംഗ് ആണോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ പറഞ്ഞിട്ട് ആൾക്ക് വർക്കിംഗ് ആയിരിക്കാം, പക്ഷെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടില്ലേ ഇങ്ങനെ കെട്ടുക. ഓക്കെ, ചെറിയ 2 കെട്ടിട്ടാൽ മതിയായിരിക്കാം. ഇങ്ങനെ അത്ര ടൈറ്റ് ആക്കരുത്, കാരണം ഇത് ഇറങ്ങി പോകേണ്ടതാണ്. നമ്മൾ അത്യാവശ്യം സൈസ് കല്ല് എടുത്തിട്ട് നമ്മൾ മറ്റേ ഈരനൂലിലാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആക്കുക. ഇത് സത്യം പറഞ്ഞത് ഫണ്ണി അല്ല ഗൈസ്, കാരണം എൻ്റെ പുതിയ ഷാഡ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് നാളെ തന്നെ കൊണ്ടുപോയി കളയാനാണെന്ന്. അതുപോലെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. ഇതെന്ത് ഗൈസ്, പക്ഷെ നമ്മൾ എത്ര കുടുങ്ങിയാലും അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് ലൂസാണോ? ലൂസാണ്. ഇത് നമ്മൾക്ക് ഇറക്കി വിടാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടിയില്ലേ ഇതിങ്ങനെ പോട്ടെ. ഇത് നമ്മൾക്ക് വലിച്ച് വെക്കാം. സൂപ്പറായി പോയിട്ടുണ്ട്. ഇറങ്ങിപ്പോയി. അവിടെ വരെ ഇറങ്ങി പോകുന്നത് നമ്മൾക്ക് നല്ലപോലെ ഫീൽ ചെയ്തു കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് നമ്മൾക്ക് ഇത് പിടിച്ച് വലിക്കണം. ഇതിങ്ങനെ പിടിച്ചിട്ടില്ലേ വലിക്കുന്ന ഉദ്ദേശിച്ചത് എന്തറിയോ, കിട്ടിയാൽ മതി, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് വേറെ കാര്യം ട്രൈ ചെയ്യണം. എന്തൊക്കെ പങ്കപ്പാടാണ് നോക്കണേ. ഒരു സംഭവം പോയാൽ ഞാൻ വിചാരിച്ചു കിട്ടി, എന്നിട്ടാ പിടിച്ച് വലിച്ചപ്പോൾ, പക്ഷെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. കല്ല് കിടന്ന് ആടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഷാഡ് എനിക്ക് എടുക്കണം ഗൈസ്. നമ്മൾ പുതിയത് ഫസ്റ്റ് മേടിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മീൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പങ്കപ്പാടാ. നമ്മുടെ ഷാഡ് പോയി കുടുങ്ങി അത് എടുക്കണം, അതിന് വേറെ കുറേ സമയം പോവും. അതിൻ്റെ ഇടയിൽ ഇത്രയും കാലം ശ്രമിച്ചിട്ട്, കുറേ മണിക്കൂർ ശ്രമിച്ചിട്ട് മീൻ കിട്ടിയില്ല എന്നുള്ള കമൻറ്റും. വൈ ഗൈസ് വൈ. എൻ്റെ കഷ്ടപ്പെടുന്നു ആരും കാണാതെ പോകരുത്. വഞ്ചിയിൽ ചേട്ടൻ വരുന്നുണ്ട് ഈ അറ്റത്ത് കൂടെ. നമുക്ക് എന്തെങ്കിലും ചോദിക്കാട്ടെ, ഇതൊന്നും എടുത്തിരുന്നു, കാരണം ഇവിടെ തന്നെയാണ്, ജസ്റ്റാണ്. അപ്പോൾ ഒന്നെടുത്ത് സഹായിച്ചെങ്കിൽ വളരെ ഉപകാരമായി. ആളിതിൽ കൂടെയാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാട്ടോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേസ് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ പുതിയതല്ലേ.
നമ്മളെ ഫസ്റ്റ് ഇട്ട കല്ലൊക്കെ കുഞ്ഞത് പോയിട്ടുണ്ട് ഇട്ടതാ കണ്ടോ. ഇപ്പോൾ വലിയ കല്ലൊക്കെ ഞാൻ ഇട്ടിട്ട് നോക്കിയതാണ്. എന്തായാലും നമ്മൾ പൊട്ടിച്ചെടുക്കാത്തത് ഭാഗ്യം കേട്ടോ. പക്ഷേ നമ്മളെന്തായാലും 1 മണിക്കൂർ കഷ്ടപ്പെട്ടത് വേസ്റ്റായില്ല. നമ്മളെന്തായാലും പാവം ആ ചേട്ടൻ ദൈവത്തിൻ്റെ ദൂതൻ എന്നൊക്കെ പറയില്ലേ. ഓ എന്തായാലും ആ ചേട്ടന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെയാണ് ശ്രമിച്ചത്. നിങ്ങൾ കണ്ടോ ഒരു സംഭവം ശരിയാക്കാം എന്തൊക്കെ പങ്കപ്പാടാണ്. ഓ ഞാൻ വേർത്തു. ഞാനിനി വല്ല സർബത്തോ വല്ല ലൈമോ പോയി കുടിച്ചിട്ട് വരണം. അത്രയ്ക്കും ക്ഷീണിച്ചു ഗൈസ്. ഇന്നത്തെ ലൂർ കസ്റ്റമർക്ക് നമ്മൾ മതിയാക്കി. ഓ ഞാൻ ക്ഷീണിച്ചു ഗൈസ്. കാരണം നമ്മൾ പുതിയ ലൂർ പോയിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു സങ്കടപ്പെടുകയെ. ഷോ ഇവനെ കുറച്ച് അധികം കഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്ര ഷാർപ്പ് പോലും അല്ലേ ഇതിൻ്റെ ഹുക്ക്. എന്നിട്ടാണ് നമ്മൾ ഇന്ന് ഇത് മതിയാക്കി. ഇനി നമ്മൾക്ക് കരിമീൻ പിടിക്കാം കേട്ടോ. തീറ്റയൊക്കെ കഴിച്ചിട്ട് കഴിച്ചുകൊണ്ടിൽ കരിമീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ട് കരിമീൻ പിടിക്കുകയാണ്. ഇവിടെ ഞാൻ കരിമീൻ കണ്ടിട്ടാ. അത്യാവശ്യം കുറച്ച് സൈസുള്ള കരിമീൻ കണ്ടിട്ടുണ്ട്. ഇനി അവന്മാർ ഈ തീറ്റയിൽ കിട്ടുമെന്നൊന്നും അറിയില്ല. കാരണം എന്താ അറിയോ, ഈ കരിമീനൊക്കെ ഭയങ്കര പോസാണ് ഗൈസ്. ഓരോ നാട്ടിൽ അവന്മാർ ഓരോ തീറ്റയാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്ത് തീറ്റയാണ് ചോദിക്കണമെന്ന് വെച്ചാൽ പലതരം തീറ്റ ചോദിക്കും. ഓരോ സ്ഥലത്ത് കപ്പയായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലത്ത് മൈദ മാത്രമായിരിക്കാം, ചിലപ്പോൾ മൈദപ്പൊടിയും മഞ്ഞപ്പൊടിയും മറ്റേ എണ്ണയും അങ്ങനെയൊക്കെ. ഇവന്മാർ ഭയങ്കര ഡിമാൻഡുള്ള ആൾക്കാരാണ് കേട്ടോ. ഈ ഹോട്ടലിലൊക്കെ പോലെ മെനു ഒക്കെ ചോദിക്കില്ല, അതുപോലെയാണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൈദ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മൈദ നല്ലപോലെ ഉരുട്ടി കുഴച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇട്ട് നോക്കാം. കഴിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൽ കൂടിയില്ലേ എവിടെ ഇങ്ങനെ ഇട്ടാൽ മതി. അയ്യോ നിങ്ങൾ കാണല്ലേ, ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് എത്ര ആഴത്ത് പോകണമെന്ന് പടച്ചു മുമ്പിലാന്നറിയാം. ഇതേ കണ്ടോ ഫ്ലോട്ട് കാണണ്ടോ നിങ്ങൾക്ക്? ഇതേ കണ്ടോ ഫ്ലോട്ട്. ഇനി മീൻ എടുക്കട്ടെ കേട്ടോ, മീൻ തീറ്റ എടുക്കട്ടെ ഗായ്സ്. ഈ കഴിച്ചുകൊണ്ടിയിൽ ഞാൻ മീൻ പിടിക്കാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. നമുക്കിനി പതുക്കെ സംസാരിക്കാവേ. മീൻ ചാടിയത് കണ്ടോ? അതിൻ്റെ അടിയിൽ വലിയ കാളാഞ്ചി ഉണ്ട്, ഉറപ്പ് കാളാഞ്ചി തന്നെ. പക്ഷേ എനിക്ക് പരീക്ഷിക്കാൻ വയ്യ ഗൈസ്. ഒരു ലൂർ എടുക്കാൻ തന്നെ 1 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ട്. നമ്മൾക്ക് ഇനി കുറച്ച് കരിമീൻ പിടിക്കാം. ഇത് ടങ്കീസാണ് കേട്ടോ. അത് ഞാൻ പുതിയത് മേടിച്ചതായിരുന്നു. ഇത് നമ്മൾ ചുമ്മാ മേടിച്ചതാണ്. കാരണം എന്തിനെങ്കിലും ആവശ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര തടി കട്ടിയുള്ളൊരു ടങ്കീസാണ് കേട്ടോ ഞാൻ മേടിച്ചത്. മീൻ കൊത്തണമൊന്നുമില്ല, ആറ്റിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഇളകാണ് കേട്ടോ. പക്ഷെ ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഇല്ലേ വലിയൊരു കരിമീനുണ്ട്. വലിയ കരിമീൻ പറഞ്ഞാൽ ഒരു 200-300 ഗ്രാമിൻ്റെ ഒരു കരിമീൻ ഉണ്ട് കേട്ടോ. ആ ഷെഡില്ലേ അവിടെ കുറേ ചേട്ടന്മാർ, കുറേ അല്ല 2 ചേട്ടന്മാർ കരിമീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കിട്ടുന്നൊന്നും അറിയില്ല. നമുക്ക് പോകുമ്പോൾ അവരോട് ചോദിക്കാം മീൻ കിട്ടുമെന്ന്. അപ്പോൾ അവരെന്ത് തീറ്റ അവിടെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ല. കണ്ട വെള്ളത്തിൽ ഇങ്ങനെ തട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇല്ലേ ഇവിടെ വലിയൊരു മീൻ പൊളച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ കുറച്ചധികം വെയിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മീൻ കിട്ടണം. മീനാണ് പ്രധാനം. അയ്യോ ആ തെങ്ങിപ്പോയി കുടുങ്ങോ വീണ്ടും. ഇത് പിന്നെ ഹുക്കായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു കരിമീൻ ഹുക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കുടുങ്ങരുത്. അവിടെ തന്നെ ഇപ്പോൾ പൊന്ത് കിടക്കണില്ലേ, അവിടെയാണ് കേട്ടോ. അവിടെയായിരുന്നു. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതുവരെ ഒരു കൊത്തുന്നില്ല, മീൻ കൊത്തുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവന്മാർക്ക് തീറ്റ ഇഷ്ടപ്പെടാണ്ടോണമെന്നൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് നേരമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നു. പക്ഷെ ഇവന്മാർ കൊത്തുന്നില്ല. പക്ഷെ ഞാൻ കരിമീൻ കണ്ട്. ഞാൻ വലിയ കരിമീൻ കണ്ട്. ഈ കൈപ്പത്തിയോളം കുറച്ചും കൂടി വലുതുള്ള ഒരു കരിമീൻ കണ്ട് ഗൈസ്. ഇവിടെ നടപടിയാവുന്നില്ല. നമ്മൾക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നില്ല. അവർക്ക് ഇതുപോലെ കിട്ടണില്ല കേട്ടോ. അതായത് കൊത്തുന്നില്ല മീൻ. സോ അവരൊക്കെ പോവുകയാണ്. നമ്മളും 1 മണിയായി. രാവിലെയും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ പോയി നോക്കാം. അത് ചെമ്പല്ലി സ്പോട്ടാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി ഒന്ന് സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെയുണ്ട് അന്തരീക്ഷം നോക്കിയിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം അവിടെ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മളിപ്പോൾ നിന്നത് ഒരു അടിപൊളി സ്പോട്ടായിരുന്നു. കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാലും ഒരു അടിപൊളി സ്പോട്ടായിരുന്നു. പക്ഷേ മീൻ കൊത്തുന്നില്ല, മീൻ കാര്യമായിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ കണ്ടോ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വീട്, പണിയൊന്നും കഴിയാണ്ട് പക്ഷെ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾക്ക് ഇവിടെ ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ ഒരു അടുത്തൊരു ചെമ്പല്ലി സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ബൈറ്റൊന്നും എടുത്തിട്ടില്ല. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾക്ക് പറ്റിയ സ്പോട്ടാണെന്ന്. എന്നിട്ട് നമ്മൾക്ക് പോയിട്ട് അവിടെ മീൻ പിടിക്കാം കേട്ടോ. നാളെയൊക്കെ ആണെങ്കിൽ ചെമ്പല്ലി സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ഭയങ്കര സേഫ്റ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അവിടെ മത്തി കിട്ടുക പറഞ്ഞാൽ ചെമ്പല്ലി കിട്ടുന്ന പറയണം. പക്ഷേ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുള്ള ഒരു വഴിയാണ് ഗൈസ്. സോ നമുക്കത് വേണ്ട. നമ്മളിപ്പോൾ വരാൽ പിടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇത് നോക്ക്, എൻ്റെ കാറിൽ ഹാപ്പി ബേബി ഫിഷിംഗ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട കണ്ണാടിയിൽ ഞാൻ കണ്ട ഗൈസ്. ദേ അപ്പോൾ നമ്മൾ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലോഗോ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വരാൽ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.